ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AN വ്ലോഗ്സ്. ഐ എം നന്ദന. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ഹാഫ് എന്ന് പറയാം. കാരണം ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുള്ളൂ. പറയാനാണുള്ളത് മെയിനായിട്ട് എൻ്റെ സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഒന്നും പഠിച്ചിട്ടില്ല. ഇന്നലെ ലേസിനെസ് മൂഡായിട്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഇന്ന് രാവിലെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ കലണ്ടർ നോക്കി നോക്കുമ്പോൾ 9 ദിവസം അങ്ങോട്ട് ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ 8 ദിവസം, ഇന്നും കൂടി അടക്കം 8 ദിവസമുള്ളൂ പരീക്ഷയ്ക്ക്. അപ്പോൾ എനിക്ക് ആകെ ഇതായിട്ട് ഞാൻ രാവിലെ തന്നെ ഇന്നലെ രാത്രിയാണ് ഞാൻ ഈ കലണ്ടറിൽ അനലൈസ് ചെയ്യുന്നത് തന്നെ. എന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ കെമിസ്ട്രി ക്ലാസ് കാണാനുണ്ടായിരുന്നു. കെമിസ്ട്രി ആയിരുന്നല്ലോ ടഫ്. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് ക്ലാസ് കണ്ടു, ഫുൾ ക്ലാസ് കണ്ട് തീർത്തു. രാവിലെ പുലർച്ചെ ഇരുന്നിട്ട് 5 മണി തൊട്ട് 9 മണി വരെയൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് എന്താ പറയുക, അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ വന്നു. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് നേരം TV ഒക്കെ കണ്ടു, അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ എക്സാം വരെ ഇനിയിപ്പോൾ ആകെ 8 ദിവസമുള്ളൂ. ഈ 8 ദിവസം ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് നമ്മൾ വല്ല അറിയാത്ത പാഠങ്ങളുണ്ടെങ്കിൽ പുലർച്ചെ ഇരുന്ന് പഠിക്കുക. ബാക്കിയുള്ളതൊക്കെ ഉച്ചയ്ക്കുള്ളിൽ റിവൈസ് ചെയ്തിട്ട് ഉച്ച തൊട്ട് റെസ്റ്റ്, ഉച്ച തൊട്ട് ഉറക്കം ഒരു 2 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 6 മണി തൊട്ട് ആ ഒരു സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മൊത്തം അനലൈസ് ചെയ്യുക. അതിന് മുമ്പ് കഴിഞ്ഞെങ്കിൽ അപ്പോഴേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ആൻസർ ചെയ്യാം. പക്ഷേ കുറേ ആൻസർ ചെയ്യാനുണ്ടാവും, ആൻസർ ചെയ്യാനുള്ള ടൈമുള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ പഠിക്കാനായിട്ട് കുറച്ച് സമയം പുലർച്ചെ മാത്രം പഠിക്കാനെടുത്തിട്ട് ഉച്ച തൊട്ടോ അല്ലെങ്കിൽ ആ ടൈം തൊട്ട് രാത്രി മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക, റിവൈസിങ്ങിന് ടൈം എടുക്കുക. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കണേ. ഇപ്പോൾ കെമിസ്ട്രി അത് തന്നെയാണ് ചെയ്തത്. ഇനിയിപ്പോൾ കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാതെ നമ്മുടെ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം മോഡലിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് മിക്സാക്കി, എന്താ പറയുക, എല്ലാത്തിനെയും കൂടിയിട്ട് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കെമിസ്ട്രി ഇത്ര ക്വസ്റ്റ്യൻ പേപ്പർ, ബയോളജി ഓരോന്നും ഇങ്ങനെ ഇത്രയ്ക്ക് ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മൊത്തം ആൻസർ ചെയ്തതിന് ശേഷം ഫോണിൽ ഞാൻ കുറച്ച് മോഡലും പിന്നെ SSLCയുടെയും 2023, 2022 അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറക്കും, അതിന് അച്ഛൻ്റെ ഫോണിൽ കഴിച്ചിട്ട് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കണ്ടിട്ട് അതും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5-6 എണ്ണം ഉണ്ട്. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്താൽ ആ ഒരു സബ്ജക്റ്റ് സെറ്റായി. എന്നാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിലീറ്റ് ചെയ്ത് കളയാൻ പാടില്ല. നമ്മളപ്പോൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് പരീക്ഷയുടെ തലേദിവസം ഒന്നുകൂടിയും പ്രാക്ടീസ് ചെയ്യണമല്ലോ, അതിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സ്റ്റഡീസ് കാര്യങ്ങൾ. ഇന്നിപ്പോൾ കെമിസ്ട്രി ആയിരുന്നു. നാളെ ഞാനിപ്പോൾ ഓരോ സബ്ജക്റ്റ്, നമുക്ക് ഏതാണോ സബ്ജക്റ്റ് തീർക്കാനുള്ളത് അത് വെച്ചിട്ട് ആദ്യം കൂടുതലുള്ളത് പ്രിഫർ ചെയ്തിട്ട് ആദ്യം പഠിക്കാനായിട്ട് എടുക്കുക. അങ്ങനെ മലയാളം ഒരിക്കലും വിട്ട് കളയരുത്. കാരണം മലയാളം പരീക്ഷയുടെ തലേദിവസം മലയാളം തന്നെ ആക്കുക. മലയാളം സെക്കൻഡ് പിന്നെ ഇടയ്ക്ക് ഞാനിപ്പോൾ സമയം വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ മലയാളം ഫസ്റ്റോ സെക്കൻഡോ എങ്ങാനും പഠിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിങ്ങനെ വിട്ടുപോകും. വെറുതെ സമയം കളയുന്നതിന് പകരം വെറുതെ ഒന്നും പഠിക്കാതിരിക്കുന്ന സമയത്ത് മലയാളം ഫസ്റ്റോ സെക്കൻഡോ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നാളെ ഞാൻ മിക്കവാറും ഇംഗ്ലീഷ് ആയിരിക്കും പഠിക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് ലേറ്റ്. പിന്നെ മോഡൽ എക്സാമിൻ്റെ മാർക്ക് കിട്ടിയിട്ടില്ല, അത് ഫുള്ളായിട്ട് കിട്ടാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അതെങ്ങാനും ഇടാൻ സമയം കിട്ടിയാലിടും. അപ്പോൾ എല്ലാവരും സൂപ്പറായിട്ട് സ്റ്റഡീസൊക്കെ ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് എൻ്റെ റൂം. ഞാൻ വൈകുന്നേരം ഉറങ്ങി എണീറ്റിട്ടുള്ള അതാണ് കണ്ടത്. ഉച്ചയ്ക്ക് കുറച്ച് നേരം നോക്കിയിട്ട് 4 മണിയായപ്പോൾ ഉറങ്ങാൻ പോയതാണ്. ഇപ്പോൾ 5:45, 2 മണിക്കൂർ ആവാറായിട്ട്. പക്ഷെ എനിക്ക് കൂടുതൽ ഉറക്കം പറ്റില്ല, കുറച്ച് നേരം പറ്റുള്ളൂ. നല്ല എനർജി. കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാൽ കണ്ണിനൊക്കെ ആകെ പ്രശ്നമായി. പിന്നെ എനിക്ക് രാത്രി പിന്നെ തീരെ ഉറക്കം കിട്ടില്ല, അതാണ് മെയിൻ പ്രശ്നം. എനിക്ക് അറിഞ്ഞുകൂടെ തന്നെ ഉറങ്ങാൻ പറ്റുമെന്ന്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ റൂമെന്ന് പറയുന്നത്. അതാണ്. ഇപ്പോൾ പരീക്ഷയുടെ സമയം ആയതുകൊണ്ട് മൊത്തം അടിച്ച് പെറുക്കി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാം കൊളായിട്ടായിരിക്കാറുള്ളത്. നമുക്ക് നീറ്റ്നെസ് ഇല്ലെങ്കിൽ പഠിക്കാൻ തോന്നില്ലെന്നാണല്ലോ. ഇപ്പോൾ സെറ്റാക്കി വെച്ചാൽ എന്നാലും ഞാൻ അവിടെ ഒന്നല്ല, വേറൊക്കെ പല സ്ഥലത്ത് നിന്നിട്ടാണ് പഠിക്കും. അപ്പോൾ ഇനി ഫോണിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ആൻസർ ചെയ്യാനുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റഡീസൊക്കെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.